ഹായ്, നമുക്ക് ഈ വീഡിയോയിൽ പിറ്റി എഞ്ചിനീയറിംഗിൻ്റെ ഒരു ചാർട്ട് അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പം ഇത് രജിസ്റ്റർ ആൻഡ്രോയിഡ് എടുത്തൊരു ചാർട്ടാണ്. കാരണം ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് ഓൾറെഡി മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 22 രൂപയ്ക്ക് എടുത്തൊരു മൈനസ് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നും എന്താണ് അതിൻ്റെ റെലവൻസ്, എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആൾക്കാർ ഒരിക്കലും കോഴ്സ് കൊടുത്തിട്ട് ബ്ലൈൻഡ് ആക്കി അങ്ങോട്ട് ഇറക്കി വിടുകയല്ല ചെയ്യുന്നത്. നമ്മളിപ്പം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കതൊരു ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. വീഡിയോസ് കണ്ട് തന്നെ അപ്പോൾ ഒന്നുകൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു അപ്ഡേറ്റ് ചാർട്ടാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണ്. ഈ ഒരു ചാർട്ടിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈൻ അതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് റെസിസ്റ്റൻസ് 1, 2, 3, 4, 5 ആ റെസിസ്റ്റൻസ് എടുത്തേക്ക് കണ്ടില്ലേ, 6, 7 ഈ ഒരു 8ാമത്തെ വട്ടം ഇത് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് വന്നിട്ട് ചെറിയ ചില കാര്യങ്ങളോട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്ലോസ് ആയിട്ട് നോക്കുക. ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റീടെസ്റ്റ് തന്നിട്ടുണ്ട് ആ ഒരു ഏരിയ തന്നെ. കാരണം ആ ഒരു നമുക്ക് ചില കാര്യങ്ങൾ റിമൂവ് ചെയ്യാം. അപ്പം ഇവിടെ റീടെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഈ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഡബിൾ ബോട്ടം പാറ്റേൺ ആണ്. അതൊക്കെ പോട്ടെ, റീടെസ്റ്റ് ചെയ്യുന്നതിന് അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി റീടെസ്റ്റ് അതൊരു പിന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതൊരു കൺഫർമേഷൻ. അതിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രീൻ ലൈനിൽ നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കായിരുന്നു. അവിടെ വാങ്ങിച്ചുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാം. ഈ തൊട്ട് താഴത്തെ ഒരു ലൈന് താഴെ അപ്പം ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ലോസ് ലിമിറ്റഡ് ആയിരിക്കും. അത് നമുക്ക് കാണാം. ഈ ഒരു ഏരിയ വാങ്ങിച്ചു, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇപ്പം അതിൻ്റെ ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് തന്നെ നോക്കുമ്പോഴത്തേക്ക് അറിയാം, ഈ ഒരു ഏരിയ എത്തിയപ്പോൾ തന്നെ ഒരു 200% അടുത്തുള്ള മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 1:2 നമ്മൾ വെക്കുവാണെങ്കിൽ തന്നെ, റിസ്ക് റിവാർഡ് വെക്കുവാണെങ്കിൽ തന്നെ, അത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് മേടിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 200 രൂപയ്ക്ക് എടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ 89 അല്ലെങ്കിൽ 100% എടുത്ത് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഏതാണ്ട് അറൗണ്ട് അതിനകത്ത് അടുത്ത് തന്നെ, ആക്യുറേറ്റ് അല്ല. അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിച്ചവർ എപ്പോഴത്തേക്ക് നമ്മൾ സെല്ല് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നോക്കാമെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം. അതായത് നമുക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. പക്ഷെ നമ്മളിത് ചില കാര്യങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ വരയ്ക്കുന്നു. ഇച്ചിരി വലിയ ലൈനാണ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ തൊട്ടിപ്പുറത്തൊരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ ഒരു ചാനൽ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ താഴെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു, അവിടെ പോയി തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്തോ ഒരു അത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഏരിയയിൽ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ നോക്കാൻ നേരത്ത് ആ ഒരു ഏരിയയിലോട്ട് കടക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവിടെ സെല്ലേഴ്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ താഴോട്ട് വരുന്നു. അത് ചെറുതായിട്ട് താഴോട്ട് വരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസ് നമുക്ക് ഒന്നുകൂടെ ഒരു റെഡ് കളറിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ തിരിച്ചറിയാൻ വേണ്ടി ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ നോക്കാൻ നേരത്ത് ഇവിടെ കൃത്യം ഇതുണ്ട്. ഈ ഒരു 2 ലൈൻ കിട്ടിയാൽ നമുക്കിത് നീട്ടി വരയ്ക്കായിരുന്നു. ഈ ഒരു ഏരിയ കിട്ടി, നമുക്ക് ശേഷം നീട്ടി വരയ്ക്കുമ്പോൾ തന്നെ കൃത്യം അത് കണ്ടോ, അത് ആ ഒരു ഏരിയയിൽ തന്നെ തട്ടി തിരിച്ച് വരുന്നു. ഇനിയൊരു എൻട്രി പോയിന്റ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കത് താഴോട്ട് വരുന്നുണ്ടോ, അതായത് റെസിസ്റ്റൻസ് എത്തി താഴോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 22 രൂപ സംതിങ് താന്നത്. കാരണം റെസിസ്റ്റൻസ് ഏരിയയിലാണ് ആ ഒരു ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയൊരു ബൈയിങ് ഏരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കാണുന്നൊരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബയ്യേഴ്സ് കൂടുതലായിരിക്കും. സെല്ലേഴ്സിനെക്കാട്ടി കൂടുതൽ ബയ്യേഴ്സ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആയിരിക്കും. അതും പോരാതെ ഒരു റീടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കൺഫേം ചെയ്യാം. പിന്നത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഏരിയ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയെന്നാണ് ആ ഒരു അർത്ഥം. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിനർത്ഥം ബ്രേക്ക് ഔട്ട് കിട്ടി, സപ്പോർട്ട് ഏരിയയാണ്. അടുത്തുള്ള റെസിസ്റ്റൻസ് അങ്ങ് ദൂരെയാണ്. അപ്പോൾ അതിനർത്ഥം ആ റെസിസ്റ്റൻസ് വരെ നമുക്കത് ഹോൾഡ് ചെയ്യാവുന്നതാണ് അർത്ഥം. അതായത് ഇവിടെ ഇനി ഒരു എൻട്രി കിട്ടിയെന്നിരിക്കട്ടെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് തൊട്ടടുത്ത് വെക്കുകയും ചെയ്യും. അത് വേറൊരു ബെനിഫിറ്റാണ്. ഒന്നുകിൽ ഈ ഒരു ക്ലോസസ്റ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു സ്വിംഗ് ലോയിൽ നമുക്ക് വെക്കാം. അതായത് 1:4 റിസ്ക് റിവാർഡിലെ 1:2 നോക്കിയാൽ പോലും ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു 100% ആയിട്ട് നമുക്ക് എന്തായാലും നമുക്കത് കിട്ടും. മറിച്ച്
എവിടെ പേടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അലർട്ട് ആണ്ടെന്ന് വെച്ചാൽ ഈ ഒരു താഴത്തെ ഈ ഒരു സപ്പോർട്ട് ഏരിയ, അതായത് ഈ കാണുന്നൊരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പിന്നെ അതൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വന്നിട്ട് അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അങ്ങ് താഴോട്ട് പോയേക്കും. അതായത് നമ്മൾ പിന്നെ അത് ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, കാരണം ഹെവി ടെൻഷനിൽ നമ്മൾ ഇരിക്കേണ്ടി വരും. മനസ്സിലായി? അപ്പം പുതിയതായിട്ടുള്ളൊരു മൂവ്മെന്റ് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ ഇപ്പം കയ്യിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ വാങ്ങിച്ചൊരു കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇത്രയും വെയിറ്റ് ചെയ്തു. അപ്പം എന്തായാലും നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. ഇപ്പം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ഏരിയയിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ലൈന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേടിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ ചെറിയൊരു സ്ക്രീനിൽ ഞാൻ വെക്കാം. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാർട്ടിലോട്ട് വെച്ച് കോപ്പി ചെയ്ത് വരയ്ക്കുമോ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ജസ്റ്റ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം എങ്ങനെയാണ് നിങ്ങളൊരു ചാർട്ട് വരച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ള രീതിയിൽ. അപ്പം ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ചെറിയൊരു എമൗണ്ട് ഇട്ട്, അതായത് നഷ്ടം പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു എമൗണ്ട് ഇട്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുക. അത്രയ്ക്കത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റത്തില്ല. വലിയ നഷ്ടം വരുന്ന രീതിയിൽ ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്, ചിലപ്പോൾ ഏതെങ്കിലും ജോലിയുള്ളവരായിരിക്കും. ഒരിക്കലും 10,000 രൂപ സാലറി ഉള്ള ആൾ ഫുൾ ഫണ്ട് ഇട്ട് നമ്മൾ ചെയ്ത് പഠിക്കരുത്. വളരെ ചെറിയൊരു എമൗണ്ട്, നിങ്ങൾ ബാക്കി വരുന്നൊരു എമൗണ്ട്, അതെന്ന് വെച്ചാൽ ബാക്കി വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പൈസയ്ക്ക് വിലയുണ്ട്, പക്ഷേ ചെയ്ത് പഠിക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം നമ്മൾ ഇട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അല്ലാതെ മറ്റേ ഇതിൻ്റെ പേരെന്തായിരുന്നു, മറ്റേ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പൈസ ഇടാത്തതുകൊണ്ട് നമ്മുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കണമെന്നുണ്ടെങ്കിൽ, അത് ഇമോഷൻസിനെ പറ്റി ഇച്ചിരി സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പൈസ ഇട്ട് ചെയ്ത് പഠിച്ചാൽ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു റിസ്കിനനുസരിച്ചിട്ട് പൈസ ഇടുക, നമ്മുടെ ഒരു റിസ്കിനനുസരിച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് നോക്കുക. അപ്പോൾ 1:2 ചിലപ്പോൾ ചിലവർ നോക്കും, 1:1.5 നോക്കും, ചിലർ 10% പ്രോഫിറ്റ് ആകുമ്പോഴേക്കും അത് വിറ്റിട്ട് ചിലപ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ പല രീതിയിലും ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ബേസിക്കലി ചെറിയ അനാലിസിസിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ഇപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ പല വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.